ഉം. 82 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് ഒരു റോഡിന്. എല്ലാ ഇതിലും കാണാത്, എല്ലാ ഇതിന്റെ ഇതിൽ വരുമ്പോഴും കാണും ഈ 60-80 ലക്ഷം എന്നുള്ളത്. ആ റോഡിന്റെ ഓർമ്മ വെച്ച ഈ കാലം വരയിലും ഒരു കുഴിയില്ലാതെ സ്ഥലം ആ റോഡിലില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ഏറ്റവും വലിയ അപമാനം എന്നറിയോ? കോൺഗ്രസ് ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇതിൽ ഏറ്റവും വലിയ അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എത്ര രൂപയായിരിക്കും അനുവദിച്ചിട്ടുണ്ടാവുക അതിന്? ആ അതിന് ഒരു 7-8 നാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടാവും. പോട്ടെ, 4-6 ചിലതൊക്കെ 10, 6 6 കൂടുതൽ ഒക്കെ എഴുതാറുണ്ട്. 6 ഓക്കെ. ഈ 4 ഈ പറയുന്ന 200 അല്ല 100 മീറ്ററിൽ 2 തൂണും അടിച്ച് ഒരു ഷീറ്റ് വിടാനാണ് ഈ പൈസ അനുവദിക്കുന്നത്. ഒരു പാവപ്പെട്ടവൻ പഞ്ചായത്തിൽ വീട് വെക്കാൻ എത്ര പേര് കൊടുക്കുക? ആ, കേക്കണ്ടോ? നെറ്റ്വർക്ക് സീനാവുന്നാണ്. പറയും. ഒരു പാവപ്പെട്ടവനെ വീട് വെക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർ എത്രയാ കൊടുക്കുക? മുനിസിപ്പാലിറ്റി അല്ലെ പഞ്ചായത്ത് 4 ലക്ഷം രൂപ കൊടുക്കും. അതിന് അടിത്തറ കെട്ടിക്കാണിക്കണം. എന്തൊക്കെ കെട്ടിക്കാണിക്കണം? ഈ 4 തൂണിന് 8 രൂപ 10 രൂപ കൊടുക്കാമെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അത് ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതില് ഇരിക്കാൻ പോലും ഒരു കമ്പിയാണ് വെക്കുക, ഒരു റൗണ്ട് പൈപ്പാണ് വെക്കുക. ഇരിക്കാൻ പോലും പ്രായമുള്ളവരൊക്കെ എങ്ങനെ ഇരിക്കുക അതിന്റെ അകത്തല്ലേ? ആ ബസ് സ്റ്റോപ്പിൽ കയറി കഴിഞ്ഞാല് എന്താ പറയാ, 4 കമ്പി മാത്രം, അതായത് 4 ജിയോ പൈപ്പാണ് വെച്ചിട്ടുണ്ടാവും. 4 തൂണും മുകളിലൊരു ഷീറ്റും ഒരു പൈപ്പ് ഇരിക്കാനും വെച്ചിട്ടുണ്ടാവും. ഈ പൈപ്പിനാകെ വരുന്നത് ഒരു പൈപ്പ് മേടിച്ചാൽ ചിലപ്പോ അറൗണ്ട് ഒരു 1000-1300 രൂപയാണ് ഒരു പൈപ്പിന് വരിക. ഇല്ലില്ല, 1300 ഒന്നും വരില്ല. അങ്ങനെ കൂട്ടിക്കോ, ഒരു 6 പൈപ്പ് മേടിക്കാൻ ഒരു 7000 രൂപ കൂട്ടിക്കോ. ഒരു ദിവസത്തെ ഇനി പോട്ടെ, 1 ലക്ഷം പോട്ട്. തക്കാളി വന്നിട്ടാ ഇതൊക്കെയാണ് കളികൾ. ചെയ്യും. അതെ, വാഗ്ദാനങ്ങൾ മാത്രമാണ് നമ്മുടെ ഇലക്ഷൻ. ഇപ്പതാ വരാനാവണുണ്ടല്ലോ. ഇനിയിപ്പോ പോസ്റ്ററുകളൊക്കെ പൊന്തി തുടങ്ങും. അവിടെ അത് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു. ഏതായാലും അല്ല, ഈ ബസിന്റെ ഇതുണ്ടല്ലോ, ഈ ബസ് സ്റ്റോപ്പ്, ഇത് എല്ലാ കാലത്തും ഉള്ളത് തന്നെ കേട്ടോ. ഇത് ഈ രാഷ്ട്രീയമല്ല, ഇതിലെല്ലാ കാലത്തും ഏത് പാർട്ടി വന്നാലും ഇത് നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ്. അതിന് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പൊതുജനം പ്രതികരിക്കണില്ലല്ലോ അതിനെതിരെ. ഈ പ്രതികരിക്കുന്ന ആൾക്കാരാരാ? ഈ രാഷ്ട്രീയത്തില് കൊടി പിടിക്കുന്ന പിന്നിൽ നടക്കുന്ന കുറച്ച് ആളുകളാണ്. അത് നേതാക്കന്മാര് മുന്നിൽ നിന്ന് പറയും, ഇന്ന കാര്യത്തിന് 2 കൊടി കുത്തണം കേട്ടാന്ന് പറയും. ആ കൊടി നമ്മുടെ അൽ ജസീറയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ എനിക്ക്, മറ്റേ അവിടെ ഉണ്ടായിരുന്ന ഒമാനിലുണ്ടായിരുന്ന അൽ ജസീറ. അവര് രാവിലെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 8 മണിക്ക്. അപ്പൊ ആള് പറഞ്ഞത്, ആളൊരു മീഡിയയുടെ അയച്ചു തന്നു, ഫുട്ടേജ് അയച്ചു തന്നു. അതില് കൃത്യമായിട്ട് ഈ പറയുന്ന മറ്റേതില്ലേ ഫ്ലോട്ട്സ് കിട്ടില്ലേ, ഗാസയിലേക്ക് വിട്ട, അതിന്റെ കുറെ വിഷ്വൽസ് ആളത് അവിടുന്ന് ഷൂട്ട് ചെയ്ത കുറെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആള് കാണിച്ചു. അത് ഒരെണ്ണം പിടിച്ചെടുത്തു. അതൊക്കെ ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നുള്ള അത്യാവശ്യം നല്ല ലോസും ഒക്കെയാണ് ഇവര് പിടിച്ചെടുത്തത്. അതുവരെ അവര് ഹ്യൂമാനിറ്റേറിയൻ സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറൊരു പാത ഇസ്രായേലിൽ കൂടെ അല്ലാതെ മറ്റൊരു പാത ഇടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഇനി തീരെ നടക്കാത്ത കാര്യല്ലേ ഇതുവരെയുള്ള കാര്യങ്ങൾ പോലല്ല. കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടായില്ലോ, ഇനി ഒട്ടും നടക്കാത്ത കാര്യല്ലേ. ഞാൻ വോട്ട് ചെയ്യില്ല, ആദ്യം പാലിക്കട്ടെ എന്നിട്ട് മതി വോട്ട്. അത് നമ്മളൊരാൾ വോട്ട് ചെയ്തില്ല എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി മസ്റ്റായിട്ട് ജയിക്കുമെന്നുള്ളതാണ്. കാരണം ഒരു വോട്ട് കൊണ്ട് പോലും ഒരാൾ ജയിക്കും.
മനസ്സിലായില്ലേ? ഒരു വോട്ട് മതി ഒരു പാർട്ടി ജയിക്കാൻ. ആ ഒരു